ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്നൊരു കുഞ്ഞു വ്ളോഗാണ് കാണിക്കണം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് മെയ് 1 ലാബേഴ്സ് ഡേ ആയ കാരണം ഇവർ സ്കൂളിൽ നിന്ന് എന്താ പറയുക കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സിൻ്റെ കോസ്റ്റ്യൂം ഇട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ആച്ചു അയ്മനും രാവിലെ തന്നെ നീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇന്നപ്പോൾ ഇങ്ങനത്തെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ദിവസം ഉണ്ടെങ്കിൽ ഓർക്ക് ഭയങ്കര ആക്റ്റീവ് ആയിക്കാരം കേട്ടോ. അപ്പോൾ അതാ നേരത്തെ കാലത്ത് അവർ തന്നെ റെഡി ആയിട്ടുണ്ട്. അച്ഛനും മുടിയൊക്കെ ഇതാ യൂട്യൂബൊക്കെ നോക്കിയിട്ടൊക്കെ മോഡലിൽ കെട്ടണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അയ്മൻ ഇതാ മുടിയൊക്കെ ചീകി വൃത്തിയായിട്ടുണ്ട്. അയ്മൻ ഇത് നമ്മളെ പട്ടാളക്കാരനായിട്ടുണ്ട്. ആച്ചുവാണെങ്കിലോ ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞിട്ട് ഡോക്ടറിൻ്റെ കോസ്റ്റ്യൂം മതിയെന്ന്. അവിടെ എത്തിയപ്പോൾ ഡോക്ടറിൻ്റെ കോസ്റ്റ്യൂം വൈറ്റ് ആണ് എന്ന് കണ്ടപ്പോൾ പറഞ്ഞിട്ട് വൈറ്റ് വേണ്ട നഴ്സിൻ്റെ പിങ്ക് മതിയെന്ന്. അങ്ങനെ അതന്ന് ഫ്രൈഡേ ആയ കാരണം 10:11 മണിയാകുമ്പോഴത്തേന് സ്കൂൾ വിടും. അപ്പോൾ ചെറുതായിട്ടൊക്കെ പറയുക സാലഡൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ഒരു രണ്ടാളും കൂടിയും കുറച്ച് നേരമൊക്കെ കളിച്ച് ചെറിച്ച് നിന്ന് ഇതാ അവർ സ്കൂൾക്ക് പോയിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഇതാ അവർ അച്ഛനും അമ്മേനെയും കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാ കാക്ക വണ്ടിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു പ്രത്യേക ഉഷാറാണ്. ഒന്ന് സ്പെഷ്യൽ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോകുന്നത്. പിന്നെ ഒന്ന് ഫ്രൈഡേ ഇതാ പോയി ഇതാ വന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട് വരവും കഴിയും. ഇന്ന് രാവിലെ ഞാനും തന്നെ കയറിക്കൂടി വണ്ടിയിൽ. ഞാൻ കയറിക്കൂടിയത് എന്താണെന്ന് വെച്ചാൽ പല ഡ്രസ്സിട്ടുള്ള കുട്ടികളെ കാണുമ്പോൾ ഒരു രസമല്ലേ അപ്പം എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ ഞങ്ങളവിടെ എത്തിയപ്പോൾ അതിന് ലേറ്റായിരുന്നു. ഒട്ടുമിക്ക കുട്ടികളും സ്കൂളിൽ കയറിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്നാലും കുറച്ച് കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പലതരം യൂണിഫോം, പലതരം കോസ്റ്റ്യൂം ഇട്ട് പലതരം വർക്കേഴ്സിൻ്റെ യൂണിഫോമും നല്ല രസമുണ്ടായിരുന്നു കാണാനിട്ട്. അപ്പോൾ അത് അമൽ നേരെ നോക്കിയ കാരണം അമലും അയ്മനും സ്പീഡിൽ പോയിട്ടുണ്ട്. ആച്ചു പിന്നെ ബാഗിൻ്റെ അടുത്തായ കാരണം എൻ്റെ പിന്നാലെ തന്നെ നടന്നിരുന്നത്. അപ്പോൾ നമ്മളിതാ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അവിടെ പുറത്ത് തന്നെ നമ്മളെ PT സ്റ്റാഫൊക്കെ നിൽക്കുന്നുണ്ട്. അതിന് അത്യാവശ്യം ലേറ്റ് ആയിക്കണം. അപ്പോൾ അവരിതാ സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പല ഡ്രസ്സിട്ടുള്ള കുട്ടികളിങ്ങനെ കാണാനുണ്ട്. പക്ഷേ നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. കുട്ടികളെ എങ്ങനെ കാണുകയാണെങ്കിൽ നല്ല രസമല്ലേ. അപ്പോൾ അത് മക്കളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് കുഞ്ഞൊരു വ്ളോഗാണ്. അപ്പോൾ മക്കളൊക്കെ പോയി ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങളിത് തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ആ ദിവസം എല്ലാ തൊഴിലാളികൾക്കും എല്ലാ വർക്കേഴ്സിനും നമുക്കെല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.